അസ്സലാമലൈക്കും, നമസ്കാരം. എന്തൊക്കെ മുത്തുമണികളെ വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ല? എല്ലാവരും സുഖമായിരിക്കും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പോൾ ഇന്ന് നമ്മളെ പാവക്ക കൊണ്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഒരു 150 കിലോ ഉണ്ട് പാവക്ക. അതുകൊണ്ടുള്ളൊരു കറി വെക്കുന്നതാണ്. കറിയായിട്ടാണ്, അതായത് വലിയ കറിയല്ല, വലിയ ഡ്രൈ അല്ലാത്ത. നമ്മൾ സാധാരണ പാവക്ക കൊണ്ട് തോരനല്ല വെക്കൽ. ഇത് പാവയ്ക്കും അതിൻ്റെ കൂടെ കുറച്ച് ഉരുളക്കിഴങ്ങും അതുകൊണ്ട് കറി വെക്കുകയാണ്. ചോറുക്കും ചപ്പാത്തിക്കും എല്ലാറ്റിക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സൈസിലുള്ളൊരു കറിയാണ്. അപ്പോൾ ആ കറി വെക്കുന്നത് എല്ലാവരും ഒന്ന് കണ്ടു നോക്കട്ടോ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത്. പുതിയ മുത്തുമണികളൊക്കെ ആണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് നോക്കി. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ആദ്യം ഇത് ബോയിൽ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ കഴുപ്പ് നല്ല കയ്പ്പുണ്ടാവുമല്ലോ. അപ്പോൾ ആ കയ്പ്പൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിക്കുള്ള മസാല ഇത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിയും തക്കാളിയും എല്ലാം വാട്ടി അതിക്കുള്ള പൊടികളെല്ലാം ഇട്ട് അതും റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻസ് ആയതുകൊണ്ട് ഉരുളക്കിഴങ്ങ് എപ്പോഴും കൂടെ എല്ലാറ്റിലും നല്ലതാണ്. അവർക്കുള്ള ഭക്ഷണങ്ങളിൽ അതങ്ങനെയാണ്. നമ്മളെ ആൾക്കാർക്കുള്ള ഉരുളക്കിഴങ്ങ് ഇഷ്ടപ്പെടാത്തത്, അവർക്ക് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ അതെല്ലാം ബോയിൽ ചെയ്ത് ഊറ്റിയിട്ടുണ്ട്. ഇനി ഇത് അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളെ പാവക്ക കറി റെഡിയായി. അങ്ങനെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറുക്കും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റും. ആ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടുകൊണ്ട് കറിക്ക് നല്ലൊരു കൊഴുപ്പും ഉണ്ടാവും, നല്ല കട്ടി ഉണ്ടാവും കറിക്കൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് അടിച്ചിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഉണ്ടായിട്ടൊന്ന് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ചെറിയൊരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് ഇൻഷാ അല്ലാ വീണ്ടും വരുന്നുണ്ട്. കുറച്ച് ലൈറ്റിൻ്റെ കുറവുണ്ട് കേട്ടോ. പിന്നെ സാധനം തിളച്ചും കൊണ്ടിരിക്കുമ്പോൾ പുക ആവി വന്നുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും കാണുന്നില്ല. അപ്പോൾ അതെല്ലാം വേവിച്ച് ഇനി ഇതിലിട്ട് മിക്സാക്കിയിട്ട് നന്നായിട്ട് മിക്സാക്കി ഇളക്കിയെടുക്കണം. 150 കിലോ ഉണ്ട് കേട്ടോ പാവക്ക. 1-2 കിലോനൊന്നല്ല. ഒരു ദിവസം ഫ്രൈ ആക്കിയിട്ട് കൊടുക്കും, ഫ്രൈ ആക്കിയിട്ട് മസാല ആക്കിയിട്ട് ഉണ്ടാക്കും. ഒരു ദിവസം ഇങ്ങനെ ഉണ്ടാക്കും. ഫ്രൈ ആക്കണമെങ്കിലാണ് വലിയ ബുദ്ധിമുട്ട്. കുറച്ച് നേരം ഫ്രൈ ആക്കാണ്ട് ഈ സാധനം. ബോയിലിംഗ് ആകുമ്പോൾ പിന്നെ പുഴുങ്ങിയിട്ടാണെങ്കിൽ പിന്നെ അത്ര വലിയ പ്രശ്നമല്ല. വേഗം പുഴുങ്ങിയെടുത്തിട്ട് അതിനേക്ക് മസാലയും റെഡിയാക്കി കഴിഞ്ഞാൽ പണി വേഗം നടക്കും. ഫ്രൈ ആക്കി എടുക്കുമ്പോഴാണ് കുറച്ച് കഷ്ടപ്പെടേണ്ടത്. ടൈം ഒരുപാട് പിടിക്കും. ഇതിനാകുമ്പോൾ ടൈം കുറച്ച് മതി. അപ്പോൾ ഇങ്ങനെ കറി ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് ഇടാൻ പറ്റാത്തവരാണെങ്കിൽ വേറെ എന്തെങ്കിലും ഇതിൻ്റെ കൂടെ ഇട്ടാലും മതി. നാട്ടിലൊക്കെ ആണെങ്കിൽ ചക്കക്കുരു ഉണ്ടെങ്കിൽ ചക്കയുടെ കുരു ഇട്ടിട്ട് വെക്കും. എങ്ങനെയും വെക്കാം. കുറച്ച് തേങ്ങ അരച്ചിട്ടും തൈര് ഒഴിച്ചിട്ടും ഒക്കെ വെച്ച് കഴിഞ്ഞാലും ടേസ്റ്റാണ്. ഇവിടെ ഇപ്പോൾ തേങ്ങയും തൈരൊന്നുമില്ല, വെറും മസാലപ്പൊടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അതൊക്കെ മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും ഇട്ടിട്ടൊന്നുമില്ല. മസാലപ്പൊടികൾ നമ്മൾ സാധാരണ ഇടുന്ന തന്നെ മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടിയും ചേർത്ത് കഴിഞ്ഞാൽ, ജീരകം പൊടി ഗരം മസാലയൊക്കെ പൊടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ അതൊരു ടേസ്റ്റാണ്. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് അതും ചേർക്കുക. ഗരം മസാല ചേർക്കുമ്പോൾ കൂടിപ്പോകരുത് എന്ന് മാത്രം. നിങ്ങളുടെ സാധനം എത്ര ഉണ്ട് വെച്ചെങ്കിൽ അതിനനുസരിച്ച് ഗരം മസാല ഇടുക. ഗരം മസാല കൂടിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുത്ത്, നല്ലൊരു കുത്തുണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് ഒരു വീഡിയോ. അപ്പോൾ സാധനം റെഡിയായി. ആവി പറക്കുന്നത് കാരണം ക്ലിയർ കുറവാൻ തോന്നുന്നു. ഇളക്കി മിക്സാക്കി എടുക്കാനൊക്കെ നല്ല പണിയാണ്. നല്ല പച്ച കളർ കയ്പ്പൊക്കെ പാവയ്ക്കാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് ഇൻഷാ അല്ലാ വീണ്ടും വരുന്നുണ്ട്. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.